കാലത്ത് ഞാൻ ഒരു സിനിമയിൽ, അത് പക്ഷെ പൈസയുടെയോ പ്രോഗ്രാമിൻ്റെയോ ഒന്നും അല്ല, ഉഗ്രം പ്രൊഡക്ഷൻ ഹൗസ് ആയിരുന്നു, എല്ലാം നല്ലതായിരുന്നു. എനിക്ക് സംവിധായകൻ ഒന്നാമത് ഒരു 4-5 പേര് ഒരുമിച്ച് നമ്മളോട് ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞു. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ അവർ, നിങ്ങൾ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഞങ്ങളെ ഹാസ്യമാക്കാനോ ഞങ്ങളെ ആക്ഷേപിക്കാനോ ആണ് നിങ്ങൾ അങ്ങനെ പറയുന്നതെന്ന് അവരത് ഇൻ്റർപ്രറ്റ് ചെയ്ത്. 3-ാമത്തെ ദിവസമായപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാതെ ഞാൻ ആ സിനിമയിൽ നിന്ന് പോയി. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അവർ കൈ കൊടുത്ത് ശരി എന്നാൽ പിന്നെ പിരിയാമെന്ന് പറഞ്ഞു. കാരണം ചില കാര്യങ്ങൾ അഭിനയിക്കാൻ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആളാണ്. അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, എനിക്ക് ഈ ക്യാരക്ടർ എന്തുകൊണ്ട് അങ്ങനെ ഇന്ന് അങ്ങനെ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും ഞാൻ. അപ്പോൾ അത് അവർക്കത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ പറയുന്ന പോലെ ചെയ്താൽ മതി. പുള്ളി ജെസ്റ്റേഴ്സ് വരെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. കൈ ഇങ്ങനെ എടുത്തിട്ട് പറ. അപ്പോൾ എനിക്ക് ഇങ്ങനെ കൈ എടുക്കാൻ തോന്നുന്നു. അങ്ങനെ ഇങ്ങനെ കൈ എടുക്കും. അങ്ങനെയല്ല, എനിക്ക് ആ കഥാപാത്രത്തിൽ കയറിയാലേ എനിക്ക് അഭിനയിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാഷസ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കണക്കല്ല സിനിമ. 1+1 എഴുതി 2 പറഞ്ഞ് കിട്ടൂല. ഇത് കെമിസ്ട്രിയാണ്. ചില കാര്യങ്ങൾ ഒക്കുമ്പോഴേ ശരിയായി വരുള്ളൂ. H2ഉം Oയും കൂടെ ചെയ്യുമ്പോഴേ വെള്ളമാവുള്ളൂ. അത് കറക്റ്റായിട്ടുള്ള കെമിസ്ട്രിയും ബാലൻസും വന്നില്ലെങ്കിൽ അപ്പം നമ്മൾ അതിനും ഇപ്പം മനസ്സുകൊണ്ട് പ്രിപ്പയർഡാണ്. എല്ലാ സിനിമയിലും നമ്മളെ വിളിച്ചാൽ ഉടനെ ഇത് വർക്ക് ആവണമെന്നില്ല. ഇതൊക്കെ ലേണിംഗ് അല്ലേ. നമ്മളവിടെ പോയിട്ട് അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം ഓരോ സിനിമയും. നമ്മുടെ ലൈഫും അങ്ങനെയല്ലേ. ഇപ്പം ഞാൻ വേറൊരു വിഷയത്തിലൊക്കെ ഇപ്പം എന്താ പറയുക, നമ്മൾ പൊതുവെ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുന്ന അല്ലെങ്കിൽ റിയാക്ട് ചെയ്ത് പോകുന്ന വിഷയമൊക്കെ ചേച്ചി വളരെ സില്ലി ആയിട്ടുള്ള വിഷയമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പം ഒരു കോ ആക്ടറിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അൺവാണ്ടഡ് ടച്ച് ചേച്ചി ചിരിച്ചു കളഞ്ഞു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആ സമയത്ത് അതൊക്കെ കുറെ കഴിഞ്ഞിട്ട് ആദ്യത്തെ ടച്ച് ചെയ്യാൻ ശരിക്കും വരണ്ടുപോയി. ആദ്യത്തെ ഞാൻ എപ്പോഴും ഒരു 3-ാമത്തെ പടം സിബി സാറിന്റെ പടത്തിൽ ഒരു തമിഴ് ആക്ടർ ഉണ്ടായിരുന്നു. അയാൾ കുറച്ച് മോശമായിട്ട് ടച്ച് ചെയ്ത്, മലയാളം പടത്തിന് തന്നെ ഒരു തമിഴ് ആക്ടർ അയാൾ മോശമായിട്ട് ഒരു അൺവാണ്ടഡ്, അവിടെ എല്ലാവർക്കും അറിയാം, അത് സാറിനും അറിയാം. എല്ലാരും മുന്നേ വെച്ചിട്ടാണ് ഷോട്ടില് ടേക്കില് മോശമായിട്ട് പെരുമാറി. അന്ന് ഞാൻ ഭയങ്കര അപ്സെറ്റായി. ഞാൻ എന്നിട്ട് രാത്രി വിളിച്ചിട്ട് സജസ്റ്റഡ് പറഞ്ഞു ഞാൻ തിരിച്ചു വരാൻ പോവാണ്, ഞാൻ ഇനി അഭിനയിക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ സിനിമ അഭിനയിക്കാൻ പോകാൻ? അല്ലല്ലോ. അത് തോറ്റിട്ടൊന്നും വരാൻ പറ്റത്തില്ല. പക്ഷെ ഇത്രയും പേര് കണ്ടിട്ട് അതിന് ആരും സപ്പോർട്ട് ചെയ്തില്ല. 2009 പിന്നല്ലേ ഈ നിയമവും കാര്യങ്ങളും ഒക്കെ വന്നത്. പക്ഷെ എന്നാലും ഒരു പെൺകുട്ടി അങ്ങനെ ഒരു പെൺകുട്ടിയില്ല എന്ന് കാണുമ്പോൾ അതിനകത്തുള്ള ഒരു മനുഷ്യൻ പോലും ഒരു കാര്യം പോലും. പിറ്റേ ദിവസം എന്നോട് ആലോചിച്ചാൽ ചേച്ചി ഇന്നലെ ഉരുട്ടി പുരട്ടി ഇത് കേട്ടല്ലോ എടുത്തത്, അങ്ങനെയൊക്കെ കോമഡികളാ പറഞ്ഞത്. അതൊക്കെ 2012 നിർഭയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരിച്ച് ഇങ്ങനെ ഒരു നിയമമൊക്കെ വന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് സ്ത്രീ ശരീരം എന്നൊക്കെ പറയുന്നത്. അതിനു മുമ്പ് അങ്ങനെ ഒരു കാര്യവും ഇല്ല. അങ്ങനെ ഒരു കാര്യവും ഇല്ലായിരുന്നു. ഞാൻ അത് എൻ്റെ പേഴ്സണലി ഇപ്പം എന്നെ വേറെ ആരും അങ്ങനെ ചെയ്യത്തില്ല. കാരണം ഞാനൊരു ടെലിവിഷനിൽ അന്ന് തന്നെ അറിയപ്പെടുന്ന ഒരാളായിരുന്നു, വേറെ ഒരുപാട് തരത്തിൽ അറിയുന്ന. പക്ഷേ ഇയാൾക്ക് തന്നെ അറിയില്ല, ഇയാളൊരു വേറെ നാട്ടിൽ നിന്ന് വന്ന ഒരാളാണ്. അയാൾ ഓൺ സെറ്റാണ് മിസ്ബിഹേവ് ചെയ്തത്. അപ്പോഴത്തേക്ക് സാറ് പറഞ്ഞത് രാത്രി 12 മണിക്കെങ്ങാണ്ടാണ് ഷോട്ട് എടുത്തോണ്ടിരുന്നത്. മിസ്റ്റർ അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചിട്ട് നമുക്ക് ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഒഴിവാക്കിയിട്ട് ഒന്നും കൂടെ എടുക്കാം. എന്നിട്ട് ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഒഴിവാക്കി ഞാൻ ഫുൾ തെറ്റിച്ച് ഡയലോഗ്. അപ്പോൾ സാറ് എന്നെ വഴക്ക്, നിങ്ങളെന്ത് ഡയലോഗ് തെറ്റിക്കുന്നത്? ഞാൻ ഷോക്ക്ഡ്. ഞാൻ ആകാശത്ത് നക്ഷത്രമൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, ട്രിക് ടക് 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 എന്നൊക്കെ. അപ്പോൾ ഡയലോഗ് ചെറിയ പെൺകുട്ടികളാണ് സിറ്റുവേഷൻ. ചെറിയ പെൺകുട്ടിയൊന്നും അല്ലായിരുന്നു ഞാൻ. പക്ഷെ ഏത് പെൺകുട്ടിയായാലും ഏത് സ്ത്രീ ആയാലും നമ്മൾ പെട്ടെന്ന് നമുക്ക് ശീലമില്ലാത്ത കാര്യം സംഭവിക്കുമ്പോൾ നമ്മളിങ്ങനെ ഷോക്കായിപ്പോൾ ഞെട്ടി നിൽക്കും. അത് കഴിഞ്ഞ് റിയാക്ട് ചെയ്യുമായിരിക്കും, പക്ഷെ ആ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് പേടിച്ചു. ഇപ്പൊ തോന്നുന്നുണ്ടോ അന്ന് റിയാക്ട് ചെയ്യണമായിരുന്നു, അയാളോട് എന്തെങ്കിലും പറയണമായിരുന്നു? ഞാൻ പിറ്റേ ദിവസം അയാൾക്ക് പണി കൊടുത്തു. പിറ്റേ ദിവസം അയാൾക്ക് എന്റെ മുഖത്ത് നോക്കി ഡയലോഗ് പറയണം. 16 ടേക്ക് എടുത്തു, ഞാൻ 10 എടുത്തുള്ളായിരുന്നു. അയാൾ എന്റെ മുഖത്ത് നോക്കി സാർ എന്നിട്ട് അവസാനം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കൊടാക്കുന്ന വല്ല പിന്നെ എന്താ കമ്മീഷൻ വല്ലതും കിട്ടുന്നുണ്ട്, ഞാൻ ഈ ഷോർട്ട് എടുത്തോട്ടെ എന്നെ പാർവതി, അങ്ങനെ നോക്കി പേടിപ്പിക്കാതെ എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും സാർ, അയാൾ ഡയലോഗ് പറയാൻ പറയുന്നത്. അയാൾ ഇങ്ങനെ ഒരു വലിയ ടേക്കാ കേട്ടോറിയത്തെ എന്ന് പറഞ്ഞ് നടന്ന് വന്നിട്ട് എന്നെ ഇങ്ങനെ മുഖത്തോട്ട് തൂക്കണം. ഞാനൊന്നും ചെയ്തൊന്നുമില്ല. ഞാനയാള് ഞാൻ അയാളെ വെറുതെ സ്റ്റെയർ ചെയ്തല്ല, അയാൾക്ക് തിരിച്ച് സ്റ്റെയർ ചെയ്യാനില്ല. ഞാൻ അയാളെ തന്നെ എന്നാലും ഇടോ താൻ എന്നെ ഞാൻ ഇങ്ങനെ നോക്കാം, അയാള് എന്നെ ഇങ്ങനെ നോക്കും, തെറ്റിക്കും. ഒന്നാമതേക്ക് ഭാഷ അത്ര അറിയില്ല. സാറെന്നെ കുറെ വഴക്കും, നിങ്ങളെന്ത് ഞാൻ ഈ സിനിമ മാം സാർ ഇതിനും എനിക്കാണോ വഴക്ക്? അയാളോട് പോയി പറയാം, ഡയലോഗ് പിടിച്ചിട്ട് പറയാൻ. ശരിക്കും ഇത് ഒരു എന്താ പറയാ,
നമ്മുടെ നാട്ടില് എപ്പോഴും പറഞ്ഞതുപോലെ കുറ്റക്കാരെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരാണ് തെറ്റുകാരെന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം തന്നെയല്ലേ ഇപ്പൊ. ഞാൻ പറയുന്നത് സിനിമയിലൊന്നും അല്ലെന്ന്, ഇത് എല്ലാ കാലത്തും എല്ലായിടത്തും അന്നത്തെ ഒരു രീതിയാണ് ഇത്. ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ Rape പെൺകുട്ടിയുടെ വസ്ത്രധാരണത്തിന്റെ പ്രശ്നമാണ് എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ. അതെ അതെ ഇതൊക്കെ തന്നെയല്ലേ ഇതിന്റെയൊക്കെ ചെറിയൊരു വേർഷൻ തന്നെയല്ലേ ഇതൊക്കെ നമ്മൾ അല്ല, നോക്കിയത്. ആണ്, ഞാൻ പറയുന്നില്ല, നിയമം മാറിയപ്പോഴാണ് ഇത് മാറിയത്. സി, നമുക്ക് എന്താണ് ആദ്യം മാറ്റേണ്ടത്? രീതികൾ മാറില്ല. സതി ഉണ്ടായിരുന്നു, നിയമം വന്നപ്പോൾ സതി നിന്നു. നിയമം കൊണ്ടേ ചില കാര്യങ്ങൾ നേടാൻ പറ്റും. സിസ്റ്റം മാറ്റിയാലേ പറ്റൂ, അല്ലാതെ there is no other alternative. ഈ മേഖലയിലും തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലും ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചും തങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള പല ബുദ്ധിമുട്ടുകളെക്കുറിച്ചും എല്ലാം പറഞ്ഞുകൊണ്ട് പല താരങ്ങളും മുന്നോട്ട് വരാറുണ്ട്. ഈയിടെയായി മിക്ക ഫീമെയിൽ താരങ്ങളും ആർട്ടിസ്റ്റുകളും തങ്ങൾക്ക് നേരെ വന്നിട്ടുള്ള പൊതുജനത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നോ, നടന്റെ ഭാഗത്തു നിന്നോ, അല്ലെങ്കിൽ അങ്ങനെ ആരുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള മോശം അനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ഉപ്പുമുളകിലെ നടിയുടെ പരാതിയെ പറ്റി കേൾക്കുന്നുണ്ട്. മാത്രമല്ല, ചക്കപ്പഴം സീരിയലിൽ ഉണ്ടായിരുന്ന ശ്രുതി തനിക്ക് കുട്ടിക്കാലത്തുണ്ടായ ഒരു ട്രോമയെ പറ്റിയും ഡിപ്രഷനെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ഓപ്പണായി തുറന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ്. എന്നാൽ ഇതിനു മുന്നേ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം സഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വന്നിരുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. അത് ആർട്ടിസ്റ്റ് ആണെങ്കിലും സാധാരണക്കാരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആർട്ടിസ്റ്റുകൾക്ക് എന്തെങ്കിലും നേരിട്ടാൽ അവരങ്ങനെ നടന്നിട്ടല്ലേ, ഇങ്ങനെ നടന്നിട്ടല്ലേ എന്നാണ് കൂടുതൽ ആളുകളും പറയാറുള്ളത്. ഇപ്പോൾ തനിക്കെതിരെ വന്നിട്ടുള്ള, താൻ നേരിട്ടിട്ടുള്ള കുറേ സംഭവങ്ങളെ കുറിച്ച് പറയുകയാണ് മാലാ പാർവതി. നമ്മൾ തളർന്നു പോകും. കാരണം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ, ഇപ്പം എനിക്ക് എൻ്റെ ഫാമിലിയെ നോക്കണം. ഞാൻ, എൻ്റെ ഹസ്ബൻഡ് റിട്ടയർ ചെയ്തു, മോനൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാനാണ് ഫാമിലി നോക്കേണ്ട ആൾ, ഞാനാണ് ഒരു ബ്രെഡ് വിന്നർ ഉള്ളത്. എനിക്കൊരു ജോലി ഉള്ളതുകൊണ്ടാണ്. മാസം കൃത്യമായിട്ട് വലിയ പൈസയൊന്നും അല്ല, എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഫുൾ ടൈം അല്ല അവരോട് വർക്ക് ചെയ്യുന്നത്, ഫ്രീലാൻസ് ചെയ്ത. പക്ഷെ ഒരു നിശ്ചിത വരുമാനം എനിക്ക് വരും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് എനിക്ക് സിനിമയിൽ നിൽക്കാൻ പറ്റുന്നത്. സിനിമയിൽ നമുക്ക് പൈസ ഇപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് നമ്മളെ ഒരു 4 ദിവസത്തെ വർക്കിന് നമ്മളെ 1 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു 10 ഇടും, പിന്നെ ഒരു 5 ഇടും, പിന്നെ ഒരു 20 ഇടും, പിന്നെ അതിന് ഡബ്ബിങ്ങിന് തരാമെന്ന് പറയും, പിന്നെ ഒരു വർഷം കഴിയും ചിലപ്പം. അപ്പം നമുക്ക് കൃത്യമായി നമുക്കൊരു വരുമാനം സിനിമയിൽ നിന്ന് കിട്ടാൻ ഇനിയും സമയമെടുക്കും. ഞാനിപ്പോൾ 2009 തുടങ്ങിയല്ലോ, ഇപ്പോൾ 2024 അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്, എല്ലാവർക്കും എന്നെ അറിയാം. പക്ഷേ ഇന്നും ഫിനാൻഷ്യലി ഞാൻ സിനിമയിൽ നിന്ന് സേഫ് അല്ല. എനിക്ക് മാസം 1-ാം തീയതി വാടക കൊടുക്കാനും, അല്ലെങ്കിൽ എനിക്ക് കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ശമ്പളം കൊടുക്കാനും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിനെനിക്ക് വേറെ ജോലി ചെയ്യണം. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ദിലമയാണ്. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മറ്റു ജോലിക്ക് ഈ പറഞ്ഞ പോലെ ഫുൾ ടൈം ഒരു ജോബിന് ആർക്കും പോകാൻ പറ്റുന്നുണ്ടാവില്ല. അല്ല, പക്ഷേ എനിക്ക് ചിലവുള്ളതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ കിട്ടുന്ന പൈസ മുഴുവൻ എനിക്ക് സേവ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, 2 വീട് നോക്കാനുണ്ട്, അങ്ങനെ പൈസ ചിലവുണ്ട്. എല്ലാം കൂടെ കിട്ടുന്നത് ഇങ്ങനെ തട്ടിമുട്ടി അവിടെ നിന്ന്. പിന്നെ ഒരുപാട് പൈസയൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല സിനിമയിൽ. നമ്മളെ മിക്കവാറും വിളിക്കുമ്പോൾ നിങ്ങൾ പറയാമെന്നാണ് ഞാൻ പറയാം. നിങ്ങൾ എത്ര രൂപയാണ് പറയുന്നത്, അത് നിങ്ങളുടെ ബഡ്ജറ്റ് പറയാൻ ഞാൻ അതനുസരിച്ച് ചെയ്യാം. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് വർക്കും കിട്ടത്തില്ല. ഈ വർക്ക് എന്ന് പറയുന്ന ഇതൊരു അൺസ്റ്റെബിലിറ്റി. നമ്മൾ കൃത്യമായ എമൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നാളെ വർക്കിന് വിളിച്ചോളണം ഒരിക്കലും ഇല്ലല്ലോ, അന്ന് തന്നെ മാറ്റും. ചോദിച്ചോ അടുത്തെങ്കിലും പൈസ? അടിപൊളി. അല്ല, അത് വളരെ എന്താ പറയാ, നമ്മള് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് സ്ത്രീകൾക്കൊന്നല്ല, പുരുഷന്മാർക്കും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ആണും പെണ്ണൊക്കെ ഒരുപോലെ തന്നെ. കാശക്കാരെങ്കിലും ചോദിച്ചു, ബാലേട്ടൻ പറയുമായിരുന്നു, ഏതാ അടിയന്മാരെല്ലാം കൂടെ കാശ് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വിളിക്കുകയായിരുന്നു, എന്നെ ഏർപ്പാട് ബാലേട്ടൻ ബാലേട്ടോ എന്നെ ഏർപ്പാട് കാശ് ചോദിച്ചാൽ പിന്നെ വിളിക്കുകയല്ലോ കേട്ടോ, പിന്നെ ഫോണും എടുക്കുകയല്ല, വലിയ കുഴപ്പമായിട്ടൊക്കെ പറയുമായിരുന്നു. അങ്ങനെയൊന്നുമില്ല. ശക്തമായ കഥാപാത്രങ്ങൾ, അത് സഹനടിയായിട്ടാണെങ്കിലും സൈഡ് റോളുകളാണെങ്കിലും അമ്മ റോളാണെങ്കിലും ഏറ്റവും നന്നായി വൃത്തിയായി ചെയ്തിട്ടുള്ള ഒരു നടി തന്നെയാണ് മാലാ പാർവതി. തന്റെ ഒരു സിഗ്നേച്ചർ സിനിമാ മേഖലയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. തന്റെ നിലപാടുകളിലൂടെയും തുറന്നു പറച്ചിലിലൂടെയും ഒരു നോട്ടത്തിലൂടെയും എല്ലാം തന്നെ മാലാ പാർവതി എന്നൊരു വ്യക്തിയെ നമുക്കറിയാം. പ്രശസ്ത നാടക ചലച്ചിത്ര നടി കൂടിയാണ് മാലാ പാർവതി. തനിക്ക് ഒരു ആക്ടർ, ഒരു നടന്റെ, അന്യഭാഷാ നടന്റെ പക്കൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ദുരനുഭവത്തെക്കുറിച്ച് നടി ഒരു ഇന്റർവ്യൂവിൽ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. താൻ ഞെട്ടിവിറച്ചു പോയൊരു സംഭവമായിരുന്നു അതെന്നും തനിക്ക് കിളി പറന്നു പോയി, അതിൽ നിന്നും പുറകോട്ട് അല്ലെങ്കിൽ മുന്നോട്ട് വരാൻ കുറച്ച് താമസിച്ചു എന്നും എല്ലാം നടി പറയുന്നുണ്ട്. മാലാ പാർവതി ഇങ്ങനെ തനിക്ക് നേരെ വരുന്ന മോശം
ഇൻസിഡൻസിനെ എല്ലാം അനുഭവങ്ങളെ ചിരിച്ചു തള്ളാറുണ്ട് എന്ന അവതാരകയുടെ ചോദ്യത്തിനാണ് ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു കാര്യം ഇത് തമാശയായിട്ട് കണ്ട് അല്ലെങ്കിൽ ചിരിച്ചു തള്ളണമെങ്കിൽ അത് അത്രയും നാൾ നമ്മളെ അത്രയധികം വേദനിപ്പിച്ച് അത് വേദനിക്കാത്തൊരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അപമാനം തോന്നാത്ത അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചാൽ മാത്രമേ അത് പറ്റൂ. അത്രയും ഒരു അനുഭവത്തിലൂടെ കടന്നു വന്ന ഒരാളാണ് താനെന്ന് മാലാ പാർവതി തുറന്നു പറയുന്നുണ്ട്. ഒരു ഷൂട്ടിങ്ങിനിടെ തനിക്ക് നേരെ ഉണ്ടായ ഒരു അതിക്രമത്തെ കുറിച്ചാണ് നടി പറയുന്നത്. താൻ ഞെട്ടിപ്പോയി എന്നും താരം പറയുന്നുണ്ട്.